ഒഴിവാക്കാൻ വെച്ച സാധനങ്ങളിൽ നിന്ന് ഒരു പൊട്ടിയ കണ്ണാടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിന്ന് ഇത് വെച്ച് ഒരു അടിപൊളി വാൽ കണ്ണാടി ഉണ്ടാക്കാം. ആദ്യം ഈ കണ്ണാടി ഒന്ന് തല്ലിപ്പൊട്ടിക്കണം. എത്ര തല്ലിയിട്ടും ഇത് പൊട്ടുന്നില്ലടാ. അവസാനം ഞാൻ വിചാരിച്ചു ഇത് മിറർ അല്ലേന്ന്. ഞാൻ മിററിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ ഫ്രെയിമിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് പൊട്ടിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ 10-15 കഷ്ണം. ആഹാ, സമാധാനായി. ഒന്നിനും പറ്റാത്ത കുറെ കഷ്ണം. എങ്ങനെയായാലും ഞാൻ ഒന്ന് തെരഞ്ഞെടുത്തു ഗൈസ്. ഞാൻ ഇതുകൊണ്ട് വാൽ കണ്ണാടി ഉണ്ടാക്കിയിരിക്കും. അപ്പൊ അതിന് ആദ്യം ഫ്രെയിം വേണം. ഈ ഫോം ബോർഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ. കാർഡ്ബോർഡ് പീസ് മാത്രം മതി. ജസ്റ്റ് ഒരു വാൽ കണ്ണാടിയാണെന്ന് തോന്നിക്കാൻ മാത്രം. ഇനിയാണ് ഇതിന്റെ ശരിക്കുള്ള പണിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ആ കണ്ണാടി ഫ്രെയിമിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ക്ലേ എടുക്കാം. ഇനി ആ ക്ലേ നേരെ ചുറ്റിലും ഫ്രെയിമിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. 4 ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കഴിഞ്ഞില്ല കേട്ടോ. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്യണം. ആദ്യം ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ അത് ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ പിന്നെ ഞാൻ ഒരു പെണ്ണെടുത്ത് അറഞ്ചം പറഞ്ഞ് കുത്താൻ തുടങ്ങി. പക്ഷെ പെണ്ണ് നിസ്സാരക്കാരനല്ല കേട്ടോ. ബ്രഷ് എന്നെ ചതിച്ചാലും പെണ്ണ് എന്നെ ചതിക്കും. നല്ല അടിപൊളി ടെക്സ്ചർ വർക്ക് കിട്ടി. അവസാനത്തെ ലുക്ക് കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിന്റെ കൈപ്പിടിമേലും കൂടി നമുക്ക് ഇതുപോലത്തെ ടെക്സ്ചർ വർക്ക് ചെയ്യണം. അങ്ങനെ എല്ലാം കൂടി ചെയ്തു വന്ന ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ ഇരിക്കും കാണാൻ. ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. ആ ഫ്രെയിം മൊത്തത്തിൽ കാലിയായി എടുക്കാണ്. എന്നാ പിന്നെ നമുക്കൊരു ഫ്ലവറും കൂടി വെച്ചു കൊടുത്താലോ. അങ്ങനെ വെരി സിമ്പിൾ ആയിട്ട് ഞാനൊരു പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ മിററിന്റെ ഒരറ്റത്തോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പൂ മാത്രമായപ്പോ എന്തോ മിസ്സിംഗ് പോലെ. അപ്പൊ പിന്നെ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കുഞ്ഞു ഫ്ലവേഴ്സും കൂടി വെച്ചു കൊടുത്തു. അവസാനത്തെ ആ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത്? പിന്നെ ഇതുപോലെ കളയാൻ വെച്ച മിറർ വല്ലതും ഉണ്ടെങ്കിൽ കളയല്ലേ, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കരുത്.